കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന മനസ്സില്ലാ മനസ്സോടെ നവ്യ എങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ സമയത്താണ് അബി അങ്ങോട്ട് വരുന്നത്. അബിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് നവ്യ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അബിക്കൊരു ടെൻഷൻ, ഇവർക്ക് ഇനി വല്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇവളുടെ മുഖം കണ്ടിട്ട് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. ചെന്നിട്ട് ചോദിച്ചു, എന്താ നവ്യ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വയറുവേദനയോ ഛർദ്ദിക്കാൻ വരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. നവ്യ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ നീ എന്താ വല്ലാതിരിക്കണേ, എന്ന് എഴുന്നേറ്റ് വരാൻ പറയണം. ഇപ്പോഴും നവ്യ അനങ്ങില്ല. നവ്യ പറഞ്ഞു, എനിക്ക് വരാൻ ഒട്ടും ഇഷ്ടമില്ല എന്ന് പറയണം. ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ നവ്യക്ക് ദേഷ്യം വന്നു. നവ്യ പറഞ്ഞു, ഇത്രയും നാളായി ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഇന്ന് വരെ നിങ്ങൾ എന്നെ പുറത്തു കൊണ്ടുപോയി എനിക്കൊരു ഡിന്നർ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് കേട്ടപ്പത്തിന് അബി പറഞ്ഞു, ഇനി പുറത്ത് കൊണ്ടാൽ തന്നെ കുഴപ്പമുള്ളൂ. ഒന്ന് കൊണ്ടുപോയത് ഓർമ്മയുണ്ടല്ലോ നിന്നെ, അന്നാ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതിന്റെ കേട് തീർന്നിട്ടില്ല എന്ന് പറയണം. അങ്ങനെയല്ല, എന്നാലും എനിക്കും ഇല്ല ആഗ്രഹങ്ങൾ നിങ്ങളോടൊപ്പം പുറത്ത് വരണമെന്നും ഡിന്നർ കഴിക്കണമെന്നൊക്കെ. ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി. അതെ, ഞാൻ ഇവിടുത്തെ മൂർത്തി ജ്വല്ലറി വെറും ഒരു സ്റ്റാഫ് മാത്രമാണ്, MD ഒന്നും അല്ല, അറിയാലോ. എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം, അതുകൊണ്ട് വേണം നിനക്കുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മേടിക്കാനും നിനക്ക് തിന്നാൻ മേടിക്കാനും ഒക്കെ. അതിന് പോലും തികയുന്നില്ല. ഇപ്പൊ എന്റെ ആവശ്യത്തിന് പോലും പണമില്ലാത്ത അവസ്ഥയാ. അതിന്റെ ഇടയ്ക്കാണ് നിന്നെയും കൊണ്ട് ഞാൻ പുറത്ത് ഡിന്നറിന് പോകുന്നത്. മര്യാദയ്ക്ക് കൊണ്ട് ഏറ്റു വരാൻ പറയണം. അപ്പൊ നവ്യാണ്, എനിക്കറിയാം കല്യാണത്തിന് മുമ്പാണ് നിനക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞോടുകൂടി എന്നോടുള്ള സ്നേഹമൊക്കെ പോയെന്ന് പറയണം. ഇതും കൂടെ കേട്ടപ്പം അബിക്ക് നല്ല ദേഷ്യം. അതെ, നിന്നെ കല്യാണം കഴിച്ച എന്നോ അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടപ്പാട്. എങ്ങനെ ജീവിച്ചവനാ. ഇപ്പൊ കണ്ടില്ലേ, ഒരു പൈസ പോലും എടുക്കാതെ ഞാൻ ഇവിടെ നിങ്ങൾ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാണ്. ഇറങ്ങി വരുന്നുണ്ട്, ഇങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് അബി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. ഈ സമയത്ത് നയന എന്ത് ചെയ്യുവാണ്, താഴേക്ക് ഇറങ്ങി വരുവാണ്. നയന താഴേക്ക് ഇറങ്ങി വന്നപ്പോ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു. ഇതെന്താ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത്? ഇനിയിപ്പൊ ആദർശേട്ടൻ തന്നെയൊന്ന് മറച്ചു വെച്ചതാണോ എല്ലാരും ഉണ്ടെന്നുള്ള കാര്യം? എന്താണെന്ന് നയനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ജാനകി കൊണ്ടുവന്നിട്ട്, കൊള്ളാം, ഇന്ന് സുന്ദരിയായിട്ടുള്ള ഉണ്ടല്ലോ എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, ശരിയാണ്, എന്നത്തെ പോലെയല്ല, ഇന്ന് ഇച്ചിരി സൗന്ദര്യം കൂടിയിട്ടുണ്ടെന്ന് പറയാം. അല്ല, എല്ലാരും ഒരുങ്ങിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മുത്തശ്ശി ചോദിച്ചു, അതെന്താ ഞങ്ങൾ ആരും ഡിന്നറിന് വരണ്ടേന്ന് ചോദിക്കുകയാണ്. അപ്പൊ എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാ പോലും, ഇനി അമ്മ പറഞ്ഞാണോ? അമ്മ അങ്ങനെ പറയാൻ വഴിയില്ല. അമ്മ ഒരിക്കലും പറയില്ല. താനും ആദർശനും തന്നെ പോകുന്നതായിരിക്കും അമ്മയ്ക്ക് ഇഷ്ടം. പക്ഷെ ഇതെങ്ങനെ ലീക്കായത്? എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഈ സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. ആദർശ് നോക്കിക്കഴിയുമ്പോ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആദർശിന് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. ആദർശ് നയനേനെ നോക്കിയ. അപ്പൊ നയന താനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന മട്ടിൽ നിൽക്കുകയാണ്. മുത്തശ്ശൻ ചോദിച്ചു, നീ എന്താണ് ഇത്ര താമസിച്ചേ? ഞങ്ങൾ എത്ര സമയം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, ബാ ഇറങ്ങാന്ന് പറയാണ്. അത് പെട്ടെന്ന് ദേവേനെ ചോദിച്ചു, എന്ത് പറ്റിയാണ് നിന്റെ മുഖത്ത് ഒരു വല്ലാത്തൊരു മ്ലാനത, പെട്ടെന്ന് മുഖം മാറിയത് എന്താന്ന് ചോദിക്കുന്നത്. ഒന്നുമില്ലാന്ന് പറയാണ്. മുത്തശ്ശൻ പറഞ്ഞു, ഇങ്ങനെ നിനക്ക് ഒരു കാര്യം തോന്നില്ല, നല്ല കാര്യമാണ് മോനെ ആദർശേ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോയി ഡിന്നർ കഴിക്കണമെന്ന് പറയാ. ഈ സമയം ആദർശ് പറഞ്ഞു, അതെ മുത്തശ്ശ, അതുകൊണ്ടാണല്ലോ ഞാനിത് എല്ലാവർക്കും വേണ്ടി അറേഞ്ച് ചെയ്തതെന്ന് പറയാണ്. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം തനിക്ക് നയനയ്ക്ക് മാത്രം ഡിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. അമ്മയുടെ മുഖം എപ്പൊ തന്നെ വീർത്തിരിക്കുവാണ്. താൻ അമ്മയോട് വിളിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരിക്കും അമ്മയുടെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത്. ഈ അമ്മേനെ ഇങ്ങനെയൊന്ന് സോപ്പിടണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എന്നൊരു ചിന്ത ആദർശിനുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങാൻ തുടങ്ങുവാണ്. ഈ സമയം നയനയുടെ അടുത്തേക്ക് പതുക്കെ ആദർശം എന്നു. ആദർശം ചോദിച്ചു, നീ എന്ത് പരിപാടിയാ കാണിച്ചെന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്താ ചെയ്തേ? അല്ല, നീ എന്തിനാ ഇവരോട് എല്ലാരും പറഞ്ഞേ? ഞാൻ നിനക്ക് വേണ്ടിയല്ല ഡിന്നർ ഒരുക്കിയെന്ന് ചോദിക്കുകയാണ്. ആദർശേട്ടാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. നീ ഇവിടെ കിടന്ന് കൊട്ടി കൊഴിച്ചു കാണുമായിരിക്കും, അതാരെങ്കിലും കേട്ട് കാണും, അതായിരിക്കും ഇങ്ങനെയെന്ന് പറയാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് രണ്ടുപേർക്കും മാത്രം ഞാൻ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ബാക്കി ആരുടെയും കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയണം. നയന പറഞ്ഞ, ആദർശേട്ടൻ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആദർശൻ അത് അത്ര വിശ്വാസം വന്നില്ല. ഈ സമയത്ത് അബി മാനേജർ വന്നിച്ചു, എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ്. അബി അല്ല, സോറി, അനി. എല്ലാ കാര്യങ്ങളും ഓക്കെ സാർന്ന് പറയും. ഒന്നിനും ഒരു കുറവ് വരില്ല. അവര് വന്നു കഴിയുമ്പോഴത്തേനും അവർക്ക് നല്ല സ്വീകരണം തന്നെയായിരിക്കണം കിട്ടണ്ടേ. കാരണം ഇതുവരെയായും കിട്ടാത്ത നല്ലൊരു ട്രീറ്റ് ആയിരിക്കണം കിട്ടേണ്ടതെന്നൊക്കെ പറയാം. അതൊന്നും ഓർത്ത് സാറ് ടെൻഷൻ അടിക്കണമെന്ന് പറയണം. കേക്കെല്ലാം ഓക്കെ അല്ലേന്ന് ചോദിക്കണം. കേക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇനി അവരൊന്ന് വന്നാൽ മാത്രം മതി സാറേ എന്ന് പറയണം. അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് ആദർശ് നയനയും കൂടെ വന്ന് കാറിലേക്ക് കയറുവാണ്. കാറിലേക്ക് കയറിക്കുമ്പോൾ ആദർശ് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും നയന എന്ത് ചെയ്യാണ്, സീറ്റ് ബെൽറ്റ് ഇടാൻ തുടങ്ങുമായിരുന്നു. പെട്ടെന്ന് ആദർശിന്റെ കയ്യിലേക്ക് പോയി മൂക്ക് കുത്തുവാണ്. സീറ്റ് ബെൽറ്റ് ഇടാൻ തുടങ്ങിയ സമയത്ത് നയനയുടെ ചുണ്ടിലെ ലിഫ്റ്റിക്ക് മുകളിൽ ആദർശിന്റെ കോട്ടയിലേക്ക് അങ്ങോട്ടായി.
നയന പറഞ്ഞ ആദർശേട്ടാന്ന് പറയാം. എന്താ അവനിക്കൊരു കാര്യം ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണ് കനക ഓടി വരുന്നത്. കനക വന്നിട്ട് ഞാനും കൂടി ഈ കാറെ കയറിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ അമ്മ കയറിക്കോളാൻ പറയാണ്. കനകയും കൂടെ ആ കാറിനകത്തേക്ക് വന്ന് കയറി. പിന്നെ നയനയ്ക്ക് പറയാനൊരു മടി. അമ്മ കേട്ടാ എന്ത് വിചാരിക്കും? നയനയൊന്നും മിണ്ടിയില്ല. അങ്ങനെ കാർ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് ദേവേനി ഓടി അങ്ങോട്ട് വരുന്നത്. ദേവേനി വന്നിട്ട് ഡോർ തുറന്ന് അങ്ങോട്ട് കയറാൻ തുടങ്ങുന്ന കനക ഇരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് ദേവേനിയുടെ മുഖം അങ്ങോട്ട് മാറി. ദേവേനി ആദർശനോട് പൊക്കോ, ഞാൻ നിന്റെ അച്ഛൻ്റെ വണ്ടിക്ക് വന്നോളാന്ന് പറയണം. ഇത് കണ്ടപ്പോൾ ആദർശന് മനസ്സിലായി അമ്മയുടെ മുഖം മാറിയിട്ടുണ്ട്. നയനയുടെ അമ്മ ഇരിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള കാര്യം. എൻ്റെ ഭഗവാൻ, ഇതിൻ്റെ ഇടയ്ക്ക് പെടുന്ന ഞാനാണല്ലോ. ഇനി അമ്മേനെ ഒന്ന് സമാധാനിപ്പിക്കുക എന്ത് ചെയ്യും എന്നൊരു ചിന്തയ്ക്ക് ആദർശിൻ്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പിന്നീട് ആദർശൻ നയനെ എല്ലാവരും ഹോട്ടലിലേക്ക് എത്തണം. അപ്പോൾ ആദർശിൻ്റെ ഉള്ളിലെ വിചാരം എത്രയും പെട്ടെന്ന് അകത്തേക്ക് കയറി ചെല്ലണം. അവിടെ എന്താ അനി ഒപ്പിച്ചു വെച്ചിരിക്കുന്ന അറിയത്തില്ല. ചെന്ന് കഴിയുമ്പോൾ തങ്ങൾക്ക് മാത്രമാണോ, ഇനിയിപ്പോൾ എല്ലാവരും കൂടെ വന്നു കഴിയുമ്പം അവർ നാണം കിടുവോ, ഇനിയിപ്പോൾ താൻ നാണം കിടുവോ ഒന്നും അറിയത്തില്ല. അങ്ങനെ നയനയും പിടിച്ചിട്ട് പെട്ടെന്ന് കയറിപ്പോണം. അപ്പം നയന ചോദിച്ചു എന്താ ആദർശമായിട്ട് എത്ര സ്പീഡിൽ കയറിപ്പോന്നെ, മിണ്ടാതെ കൂടെ വന്നോളാൻ പറഞ്ഞ് ആദർശ് ദേഷ്യപ്പെടുവാണ്. അങ്ങനെ അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും കൂടെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകണം. അവിടുത്തെ സ്റ്റാഫുകളെല്ലാം പൂച്ചണ്ടെല്ലാം കൊടുത്ത് അങ്ങോട്ട് സ്വീകരിക്കുന്നത്. അങ്ങനെ നയനെ നോക്കിക്കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിക്ക് ഇങ്ങനെ ഒരു റെഡിയാക്കി വെച്ചേക്കണം. ഒരു ടേബിൾ നന്നായിട്ട് അലങ്കരിച്ച ഒരു റൊമാൻറ്റിക് മൂഡ് വരുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനുള്ള എല്ലാ സെറ്റപ്പും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആദർശിന്റെ മുഖമാണ് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. ഇതെല്ലാം വന്ന് കണ്ട അമ്മയ്ക്ക് എന്ത് തോന്നും, ആ ഒരു ചിന്തയായിരുന്നു. അമ്മയ്ക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ താൻ നയനയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഡിന്നറാന്നുള്ള കാര്യം. ദൈവമേ, എന്ത് ഈ അനിയെ അങ്ങനെ കണ്ടായിരുന്നു രണ്ടെണ്ണം പറയുമെങ്കിലും ചെയ്യായിരുന്നു, ആ ഒരു ചിന്തയായിരുന്നു ആദർശിന്റെ മനസ്സെന്നറിയാം. അങ്ങനെ അവരെ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ സ്റ്റാഫുകൾ അങ്ങനെ ഇരുത്തുവാണ്. പിന്നീടാണ് മുത്തശ്ശി ജാനകി എല്ലാവരും കയറി വരുന്നത്. അവരെല്ലാം കയറി വന്നു കഴിഞ്ഞപ്പോൾ ഈ ആംബിയൻസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാലോ, സൂപ്പറായിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു കൊച്ചുമോൻ കൊള്ളാം, നമുക്ക് വേണ്ടി ഒരു ഗംഭീര ഡിന്നർ തന്നെ ഒരുക്കിയിരിക്കുന്നു പറയാണ്. അങ്ങനെ എല്ലാവരും വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ മാനേജർ നോക്കിക്കുമ്പോഴത്തേ രണ്ടുപേരുള്ളതെന്ന് പറഞ്ഞിട്ട് ഇത്ര ആൾക്കാരോ, ഇതെങ്ങനെ സംഭവിച്ചു? പെട്ടെന്ന് അനിയെ വിളിക്കുകയാണ്. അനിയെ വിളിച്ചിട്ട് പറഞ്ഞു സാർ, അതെ അവർ വന്നു കിട്ടുമെന്ന് പറയണം. വന്നോ, കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേന്ന് ചോദിക്കണം. അത് സാർ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതെ, ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അനിയെ അങ്ങോട്ട് കോള് കട്ട് ചെയ്യുവാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ദൈവം അനുസാർ കോളും കട്ട് ചെയ്യില്ലെന്ന് ഓർക്കുവാണ്. അങ്ങനെ എല്ലാവരും അവിടെ വന്നിട്ട് അവിടെയുള്ള ബാക്കി ചെയറിലൊക്കെ എല്ലാവരും കയറി ഇരിക്കുവാണ്. പിന്നീട് അവിടുത്തെ സ്റ്റാഫ് ഒന്നിങ്ങനെ അനൗൺസ് ചെയ്യുക, എല്ലാവരെയും വെൽക്കം ചെയ്യുവാണ്. ആദ്യം ആദർശനെ നയനയാണ് അവർക്ക് വേണ്ടിയിട്ട് ഈ ഡിന്നർ ഒരുക്കിയിരിക്കുന്നു പറയാം. ഇത് കേട്ടതും അബിയുടെ മുഖം അങ്ങോട്ട് മാറി. പിന്നീട് എല്ലാവരും സ്വീകരിക്കുകയാണ് അങ്ങോട്ട്. കുടുംബത്തിലുള്ള എല്ലാവരെയും പേര് പറഞ്ഞൊരു സ്വാഗതമൊക്കെ എല്ലാവർക്കും പറയണം. അത്ര ഗംഭീരമായിട്ടാണ് അതിന് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി വെച്ചിരുന്നത്. ആദർശനാണ് ഇരിക്കാനും മേലെ ഇരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് ആദർശിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ പെട്ടെന്ന് ആദർശിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു മോനെ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറഞ്ഞു മുത്തശ്ശൻ വല്ലപ്പോഴൊക്കെയല്ലേ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ നോക്കിക്കഴിയുമ്പോഴത്തേനും ആദർശിൻ്റെ ആ കോട്ടയിൽ ലിപ്സ്റ്റിക്കിൻ്റെ പാടിരിക്കുന്നു. ആഹാ കൊച്ചു കള്ളൻ. അപ്പോൾ തങ്ങളുടെ അടുത്ത് വെറുതെ അഭിനയിക്കുക അവളോട് ഇഷ്ടമില്ലെന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പം ഇവർ രണ്ടും നല്ല സ്നേഹത്തിലാണ്. അങ്ങനെ ഒരു ചിന്ത മുത്തശ്ശൻ്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. മുത്തശ്ശൻ എന്ത് ചെയ്യുവാണ്, നേരെ മുത്തശ്ശിയോട് ചെന്ന് പറയുവാണ് ഈ കാര്യങ്ങൾ. മുത്തശ്ശിയും കണ്ട ആ കാഴ്ച മുത്തശ്ശിയും ഭയങ്കര സന്തോഷമായി. പിന്നീട് ആ ജാനകി അറിഞ്ഞു. അവരൊക്കെ ചിരിക്കുക. അവസാനം ദേവേനി ഇത് അറിയുന്നത്. ദേവേനിക്ക് അങ്ങോട്ട് ദേഷ്യവും സങ്കടവും ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. അവസാനം ആദർശ് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആദർശിന് ദേഷ്യം വന്നു. ആദർശ് നയനോട് ചോദിച്ചു നീ എന്ത് പരിപാടിയെ കാണിച്ചു വെച്ചേക്കെന്ന് ചോദിക്കുകയാണ്. ആദർശേട്ടാ നീ എന്നോട് മുമ്പ് എന്താ പറയായിരുന്നേ? അത് പിന്നെ ആദർശേട്ടാ പറയാൻ തുടങ്ങിയപ്പോൾ അമ്മ വന്ന് കാറി കയറിയതാ, അതുകൊണ്ട് പിന്നെ പറയാൻ പറ്റിയില്ല. ആദർശ് എന്ത് ചെയ്യാണ്, പെട്ടെന്നൊരു ടിഷ്യൂ എടുത്തോണ്ട് ആ വാഷ്റൂമിലേക്ക് പോകണം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങോട്ട് പോയി ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്താണ് അനിയെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അനിയെ പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചു നിർത്തുക. എടാ നീ ആരുടെ ഈ പരിപാടിയെല്ലാം ഒപ്പിച്ചെന്ന് ചോദിക്കണം. എന്ത് അല്ല ഇവരോടെല്ലാം പറഞ്ഞ് ആദർശേട്ടാ എനിക്ക് അറിയത്തില്ല എന്ന് പറയണേ. ഞാൻ ഇവർ വന്നതിന് ശേഷം ഇവരെ കണ്ടേന്ന് പറയണം. ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും യൂരാ കുടിക്കുന്നവൻ രക്ഷപ്പെടണം. ഒരു കാരണവശാലും ആർക്കും മനസ്സിലാവല്ലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമായി ഡിന്നർ ഒരുക്കിയെന്നുള്ള സത്യം. അനി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നീ അങ്ങനെ രക്ഷപ്പെടണ്ട, ഇങ്ങോട്ട് വരാൻ പറയാണ്. എന്നിട്ട് അനിയേയും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് വരുവാണ്. അനിയെ കണ്ടുപിടിച്ച് ആനി ചോദിച്ചു ആഹാ നീ ഇപ്പം നേരത്തെ വന്നായിരുന്നു ചോദിക്കണ്. അതല്ലമ്മ ഞാൻ അനി കിടന്ന് ബബ്ബ അടിക്കുകയാണ്. അതെന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹോട്ടലാണ്, അതുകൊണ്ട് ഞാൻ വെച്ചാൽ നേരത്തെ. മനസ്സിലായി. ചേട്ടനും അനിയനും കൂടെ കൂടിയിട്ട് ഞങ്ങൾക്ക് വലിയൊരു ഗംഭീര പാർട്ടി വന്നതല്ലേന്ന് ചോദിക്കുകയാണ്. ഞങ്ങളെ ആരെയും അറിയിക്കാമെന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നു. പിന്നീട് ആദർശ് എഴുന്നേറ്റ് പറഞ്ഞിട്ട് ഞാനേ
എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് കേട്ടോ ഈ ഡിന്നർ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് എല്ലാവരും കൂടെ ഒന്ന് ജോലി അടിക്കാൻ നല്ല കാര്യമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് അവിടുത്തെ സെറ്റപ്പ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അബിയോട് നവ്യ പറയാണ്, ഇതെല്ലാം കണ്ടിട്ടേ എനിക്ക് തോന്നുന്നേ ആദർശേട്ടൻ നവ്യയ്ക്കും വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. നിനക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അബിന്ന് ചോദിക്കുകയാണ്. എന്താ അങ്ങനെ? കണ്ടില്ലേ, അവർക്ക് മാത്രമായിട്ട് പ്രത്യേക സീറ്റും ഭയങ്കര സെറ്റപ്പൊക്കെ, ബാക്കി എല്ലാവരും നോർമൽ സ്റ്റേജിൽ. കാരണം അവിടെ അവരുടെ ആ സീറ്റ് മാത്രം കുറെ ലവ് ചിഹ്നത്തിന് ബലൂണൊക്കെ വെച്ച് ഭയങ്കര ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അല്ലേ, അതിൻ്റെതായ സെറ്റപ്പുകളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അബി പറഞ്ഞ് മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ജലജി ഈ സമയത്ത് സമതലം തെറ്റുപോലെ ഇരിക്കുന്നത്. ഇത്ര സമയമായി അവളുടെ ഒരു സിംറ്റംസ് ഒന്നും കാണുന്നില്ല. ഒന്നെങ്കിൽ ഛർദി വരണ്ട, വയറുവേദന വരണ്ട, ഇതൊന്നും വരുന്നില്ല. ഇനി അവൾ ആ മരുന്ന് കുടിച്ചില്ല എൻ്റെ ഭഗവാനെ, കുടിച്ചത് കണ്ടതാണല്ലോ, എന്നിട്ട് അവൾക്ക് എന്നെ ഒന്നും പറ്റാത്തെ, അങ്ങനെ ഒരു ചിന്ത ജലജയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. സെയിം ഇത് തന്നെയായിരുന്നു അബിക്കും. ഇവളുടെ ഒന്നും പ്രകടമാകുന്നില്ല. ഇനിയിപ്പം അമ്മ കൊടുത്ത മരുന്നിന് ഇനിയിപ്പം പവർ ഇല്ലായിരുന്നോ, ആ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒന്ന് കാര്യങ്ങളൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊരു ചിന്തയിലായിരുന്നു അബി. ആ സമയത്ത് അവിടുത്തെ സ്റ്റാഫുകൾ കേക്കുമായിട്ട് വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ആദർശിൻ്റെ നയനെ അടുത്തേക്ക് കൊണ്ടുവരാൻ. സാർ ഈ കേക്ക് കെട്ടിയതിന് പെട്ടെന്ന് ആദർശ് ഇങ്ങനെ നോക്കുവാണ് അവർ. അപ്പം മുത്തശ്ശൻ പറഞ്ഞു, എന്താ മോനെ നീ ഇങ്ങനെ അമ്മാന്തിച്ചിരിക്കുന്നത്, കേക്ക് കട്ട് ചെയ്യാൻ പറയുകയാണ്. പിന്നീട് ആദർശം നയനയും കൂടെ കേക്ക് കട്ട് ചെയ്യുകയാണ്. കേക്ക് കട്ട് ചെയ്ത് ശേഷം ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേനും പറഞ്ഞു, ദേ കൊടുക്ക്, നയനമോൾക്ക് എടുത്ത് പീസ് കൊടുക്കാനായിട്ട് ജാനകി പറയുക. ഇത് കേട്ടെന്ന് ദേവേനയുടെ മുഖം കൊണ്ട് മാറി. ദേവേനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ദേവേനി ജയനോട് പറഞ്ഞു, അതെ എനിക്കെന്തോ വല്ലാത്തൊരു തലവേദന തോന്നുമെന്നാണ്. അതെന്താ, ഇവിടുത്തെ ഒച്ചപ്പാടും ബഹളവും കേട്ടാന്ന് തോന്നുന്നു പറയണം. ആദർശന് അച്ഛൻ്റെ കാര്യം മനസ്സിലായി. എനിക്ക് മനസ്സിലായി നിന്റെ കുശുമ്പ് എന്താന്ന്, നിനക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ എനിക്കത് ഇഷ്ടപ്പെടായിക്കൊന്നുമില്ല, എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ടെന്ന് പറയണം. എന്താ സംശയം തോന്നുന്നത്? ഇതേ ആദർശ് അവക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണോന്ന്, പിന്നെ നമ്മൾക്ക് എന്ത് തോന്നുന്നു, നമ്മളെയും കൊണ്ട് വിളിച്ചുകൊണ്ട് വന്നതാണോന്ന്, അങ്ങനെ ചില സംശയങ്ങളൊക്കെ തോന്നുമെന്ന് പറയണം. ഒന്നും മിണ്ടാതിരിക്കുക, അങ്ങനെയൊന്നും അല്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയാണ്. അല്ല ഇപ്പം അങ്ങനെയാണേ പോലും എന്താ കുഴപ്പം, അവനായിട്ട് ഭാര്യയ്ക്ക് ഒരു ട്രീറ്റ് കൊടുക്കുന്ന മോശമാണെന്ന് ചോദിക്കുകയാണ്. ദേവേനിക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് ആദർശിന് അച്ഛന് മനസ്സിലായി. പിന്നീട് എല്ലാവരും ഉള്ള ഡിന്നറൊക്കെ വരുവാണ്. എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടുത്തെ സ്റ്റാഫുകൾ വന്നിട്ട് പറഞ്ഞതേ, ഇവിടെ ഡിന്നറൊക്കെ ഒരിക്കൽ എല്ലാവരും ഒരുക്കി കഴിയുമ്പോഴത്തേനും ഇവിടെ പാട്ട് ഡാൻസും ഒക്കെ ഉണ്ട് സാർ, വിരോധം ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഡാൻസ് ചെയ്യാമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് ആദർശം, അതൊന്നും പറ്റില്ല എന്ന് പറയാണ്. ഇവൻ്റെ കാലിന് വേണ്ടി എനിക്ക് വയ്യാന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയാം, അതെന്താണോ നിനക്ക് വയ്യാത്തെ, എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുന്ന സമയത്തല്ലേ, പോയൊരു ഡാൻസ് കളിക്കടാന്ന് പറയണം. അപ്പം ആദർശിൻ്റെ മടി. അപ്പം മുത്തശ്ശൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പം കാണിച്ചു തരാന്ന് പറഞ്ഞു. എന്നിട്ട് മുത്തശ്ശനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് അവർ രണ്ടുപേരും 2 സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കുവാണ്. ഇതേ 2 സ്റ്റെപ്പ് അങ്ങ് വെക്കുക. ഇത് കഴിയുമ്പോൾ എല്ലാവരും കൈയടിക്കുവാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് നയനയോട് ആദർശം ബാന്ന് പറഞ്ഞ് നയനയുടെ കയ്യെ പിടിച്ചുകൊണ്ട് കൂടെ പോവാണ് ഡാൻസ് ചെയ്യാനായിട്ട്. എന്നിട്ട് അവർ രണ്ടുപേരും 2 സ്റ്റെപ്പുകൾ അവിടെ പോയി വെക്കുവാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് സങ്കടപ്പെട്ട് ദേഷ്യം വന്നിട്ട് ദേവേനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.